നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കാമറൂണിലെ ബൊഫാങ് കത്തോലിക്ക രൂപതയുടെ കീഴിലുള്ള സെന്റ് അഗസ്റ്റിൻ ഫാംക്യൂ ദേവാലയത്തിൽ നിന്നും വാഴ്ത്തിയ തിരുവോസ്തി മോഷണം പോയി. ഇതോടെ വിശുദ്ധ വസ്തുക്കൾ അശുദ്ധമാക്കിയതിനെ തുടർന്ന് ചാപ്പൽ അടച്ചിടുകയാണെന്ന് ബിഷപ്പ് അബ്രഹാം കോമെ അറിയിച്ചു. മാർച്ച് 21-ന് രാത്രി ചാപ്പലിൽ നടന്ന കവർച്ചയിലാണ് തിരുവോസ്തി മോഷണം പോയതെന്നാണ് പ്രാഥമിക നിഗമനം. തിരുവോസ്തിയോടൊപ്പം വിശുദ്ധ കുരിശും വൈദികരുടെ വസ്ത്രവും മറ്റു വിശുദ്ധ വസ്തുക്കളും കാണാതായിട്ടുണ്ട്. പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ കീഴിലുള്ള ഭരണകൂടം യുഎസ് കുടിയേറ്റ നയത്തിൽ വരുത്തുന്ന ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളുടെ ഭാഗമായി കൂട്ട നാടുകടത്തലുകളും അഭയാർത്ഥി നിരോധനങ്ങളും ശക്തമാക്കിയതിനെതിരെ അമേരിക്കൻ ബിഷപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടന്നു. പാസോ രൂപത അധ്യക്ഷനായ ബിഷപ്പ് മാർക്ക് ജെ സീറ്റ്സിന്റെ ആഭിമുഖ്യത്തിലാണ് ധർണ നടന്നത്. സമൂഹത്തെയും മനുഷ്യാന്തസ്സിനെയും നശിപ്പിക്കുന്നതിനൊപ്പം ദരിദ്രർക്കെതിരായ യുദ്ധമായി പുതിയ നയം മാറിയെന്ന് ബിഷപ്പ് മാർക്ക് ജെ സീറ്റ്സ് പറഞ്ഞു. പരിപാടിയിൽ കുടിയേറ്റ വക്താക്കൾ, കത്തോലിക്ക സഭയിൽ നിന്നും മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്നുമുള്ള വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ എന്നിവരുൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ജെറുസലേമിൽ അർമേനിയൻ ക്രിസ്ത്യാനികൾ താമസിച്ചിരുന്നതിന് കൂടുതൽ തെളിവുകൾ കണ്ടെത്തി. ജെറുസലേമിലെ മുസ്രാറ പരിസരത്ത് ഈ ആഴ്ച നടത്തിയ ഖനനങ്ങളിൽ കണ്ടെത്തിയ ലിഖിതങ്ങളിൽ നിന്നാണ് ഇതിനുള്ള തെളിവുകൾ ലഭിച്ചത്. 6-7 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 4 പുരാതന അർമേനിയൻ ലിഖിതങ്ങളിലാണ് ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടെത്തിയ ലിഖിതങ്ങളിൽ ഈശോയെക്കുറിച്ചും വിശുദ്ധ ലൂക്കായെക്കുറിച്ചും പരാമർശമുണ്ട്. മൊസൈക് തറ, ശവകുടീരം എന്നിവിടങ്ങളിൽ നിന്നുമാണ് ലിഖിതങ്ങൾ കണ്ടെത്തിയത്. 1000-ലധികം പേർ കൊല്ലപ്പെടുകയും ഏഷ്യയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ശക്തമായ ഭൂകമ്പത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. മ്യാൻമറിലും തായ്ലൻഡിലുമുണ്ടായ ജീവഹാനിയിലും വ്യാപകമായ നാശനഷ്ടങ്ങളിലും ദുഃഖം പ്രകടിപ്പിച്ച പാപ്പ മരിച്ചവരുടെ ആത്മാക്കൾക്കായി പ്രാർത്ഥിച്ചു. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിനാണ് പാപ്പയെ പ്രതിനിധീകരിച്ച് അനുശോചന സന്ദേശം അയച്ചത്. പ്രാദേശിക സമയം ഇന്നലെ ഉച്ചയ്ക്ക് 12:50-നാണ് 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്. ഇറാഖിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്രിസ്ത്യാനികളായ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ട് കൽദായ സഭയുടെ പാത്രിയാർക്കീസ് കർദിനാൾ ലൂയിസ് റാഫേൽ തെരഞ്ഞെടുപ്പിൽ സജീവമായി പങ്കെടുക്കണമെന്നും കർദിനാൾ അഭ്യർത്ഥിച്ചു. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് രേഖകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെയും വോട്ടർ കാർഡുകൾ ഉറപ്പാക്കുന്നതിന്റെയും പ്രാധാന്യവും കർദിനാൾ വ്യക്തമാക്കി. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന 5 പാർലമെന്ററി സീറ്റുകൾ ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും ഇറാഖിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഓരോ വ്യക്തിക്കും വഹിക്കുവാൻ കഴിയുന്ന നിർണായക പങ്കിനെക്കുറിച്ചും കർദിനാൾ സംസാരിച്ചു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.